ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാലൂസ് ബാഗ് ഓഫ് സ്റ്റൈൽ വിത്ത് ഫൺ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. അതെൻ്റെ പാട്ട്, ഡാൻസ് എന്നീ കലാപരിപാടികളാണ്. അതൊക്കെ വരുന്നതായിരിക്കും. സോ കുറച്ച് പ്രിപ്പയർഡ് ആവണം, വേറെ ഒന്നുമില്ല. എൻ്റെ മൈക്ക് ഓണാക്കാനുണ്ട്, കാര്യങ്ങളുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റോസ്മേരി ഡ്രൈഡ് ലീവ്സ് കൊണ്ടാണ്. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. വളരെ റീസണബിൾ റേറ്റ്, 200 താഴെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ബെസ്റ്റ് സെല്ലിംഗ് ആണ്. ഇത് നമുക്ക് ഹെയർ ലോസ്, എനിക്ക് നല്ലൊരു ഹെയർ ലോസ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ മുടിക്ക് കുറച്ചൊരു കെയർ ആവശ്യമാണ്. സോ നമുക്കത് നോക്കിയാലോ. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. അവിടെ ചെന്ന് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്ന ഒരു ആർജവം നമുക്കൊന്ന് നോക്കിയാലോ. അയ്യോ എൻ്റെ മുടി വലിയ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടി ഞാൻ ഇത്രയാണ് എടുക്കുന്നത്, റോസ്മേരി ലീവ്സ്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം അതിന് ചേർക്കാം. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ 3/4 കപ്പോളം ഡ്രൈഡ് റോസ്മേരി ലീവ്സ് എടുത്തു. അതിൻ്റെ 3 ഇരട്ടി വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇത് നന്നായിട്ട് തിളപ്പിക്കാം. ഇത് നന്നായിട്ട് വറ്റി ഒരു കളർ മാറുന്നത് വരെ വെച്ചോണ്ടിരിക്കുക കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വറ്റി അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി അതിൻ്റെ 1/3 3/1 ജസ്റ്റ് അടുത്താവണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു വിശേഷമൊക്കെ നമ്മുടെ മുടിയിലേക്ക് ഇറങ്ങുള്ളൂ. വിശേഷം മീൻസ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാമല്ലോ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണണ്ട, ഇടയ്ക്കളിക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ റോസ്മേരി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് കൂടുതലായി. അതിൻ്റെ നിറമൊക്കെ ഒരു പച്ച കളറ്, അതിൻ്റെ കടും പച്ച കളറിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വാട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ചെടുക്കാം എന്ന് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ എടുക്കുന്നത് എൻ്റെ മുടിക്ക് കുറച്ച് നീളവും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. സോ ഒരുപാട് ഡെൻസ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കോൺസെൻട്രേറ്റഡ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും അതിൻ്റെ സത്ത് ഇറങ്ങി എന്നുള്ളൊരു ഇതിലേക്കാണ് ഞാനത് വളരെ കുറച്ച് ലീവ്സ് എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം, അതിൻ്റെ ഇരട്ടി വെള്ളം ഞാൻ യൂസ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 1 സ്പൂൺ എടുത്താൽ 2 സ്പൂൺ വെള്ളം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ 1 കപ്പ് എടുത്തത് കൊണ്ട് 2 കപ്പ്, അത് കപ്പല്ല കേട്ടോ ഇതെടുത്തത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ തണുക്കാൻ വെച്ച് അരിച്ചെടുക്കണം. നല്ലൊരു തിരശ്ശീല തുണിയിൽ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ തോർത്തിൽ അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്കത് നല്ലൊരു തണുത്തിട്ട് നമുക്ക് ഉലുവ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഉലുവ ചേർത്തില്ല, നെക്സ്റ്റ് ടൈം ഞാൻ ഉലുവ ചേർക്കുന്നതായിരിക്കും. പിന്നെ ഒന്നിനും നമ്മളൊരു അഡിക്ഷൻ ആവാതിരിക്കാൻ നോക്കുക. ഡോണ്ട് ബി അഡിക്റ്റഡ് ഫോർ എനിത്തിങ്. ഓക്കെ, ബിക്കോസ് വിൽ ബി ലൈക്ക് ദാറ്റ്. വി കാൺ ലീവ് വിത്തൗട്ട് ദാറ്റ്. സോ ഞാൻ തന്നെ ഇതിപ്പം വളരെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ എനിക്ക് ഹെയർ ഫോൾ ഉണ്ട് എന്ന് ഞാൻ ഒരു വിഷമം തോന്നുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അല്ലാതെ ഇതെൻ്റെ മാത്രം, ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്യുന്നതാണ്, എൻ്റെ ഇതിൽ കാണിക്കുന്നതാണ്. സോ ഞാൻ യൂസ് ചെയ്തിട്ട് ഒരാഴ്ചയ്ക്കകം ഇതിൻ്റെ റിസൾട്ടുമായിട്ട് വരുന്നതായിരിക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, വേറെ ഗുഡ് വൈബ്സിൻ്റെ ഒന്നുമല്ല. സോ അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കിത് അരിച്ചെടുത്തൊരു ബോട്ടിലാക്കിയിട്ട് ഞാൻ കുളി കഴിഞ്ഞിട്ടാണിത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് എൻ്റെ കൈ വിരുത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനത് നിറച്ചെടുത്ത് കേട്ടോ. ഞാൻ ആ ഉണ്ടാക്കിയ വെള്ളം ആൽബ് ഗുഡ്നസിൻ്റെ തന്നെ ആകെ ഒരു ബോട്ടിലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബോട്ടിൽ തന്നെ ഞാൻ നിറച്ചു. ഇനി നമുക്കിത് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. സോ ഇതിൻ്റെ കളർ കണ്ടോ, കളറൊക്കെ ഇങ്ങനെയായിട്ടുണ്ട്. നമുക്ക് ആ ഗുഡ്നസിന് കിട്ടുന്നത് പോലെ അല്ല ഇതിനകത്തെ കളറ്, അല്ലേ? ഒരു റെഡിഷ്, ഒരു ബ്രൗണിഷ് കളർ. സോ ഞാൻ കറക്റ്റ് എടുത്ത് നന്നായി കേട്ടോ. സോ ഇനി ഒരാഴ്ച യൂസ് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോഴത്തേക്കും ടാറ്റാ, ബൈ ബൈ ഫ്രം ഷാലൂസ് ബാഗ് ഓഫ് സ്റ്റൈൽസ്. No, Shalu's Bag of Styles. Okay, bye guys, bye.